വെൽക്കം ടു സൺഡേ സ്പെഷ്യൽ ബേക്കിംഗ് ക്ലാസ്. അപ്പം കഴിഞ്ഞ ആഴ്ചയിലെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് മെറൈൻ. അപ്പം മെറൈൻ കൊണ്ട് എങ്ങനെയാണ് നമുക്ക് നമ്മുടെ കേക്കുകൾ ഡെക്കറേറ്റ് ചെയ്യാം, അതെങ്ങനെയാണ് ഡ്രൈ ആക്കി എടുക്കുന്നത്, അതുപോലുള്ള കാര്യങ്ങളാണ് കാണിച്ചു തരുന്നത്. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന 3-4 ഡെക്കറേഷൻസും ഈ കൂട്ടത്തിൽ ഞാൻ കാണിച്ചു തരും കേട്ടോ. അപ്പം ഒട്ടും സമയം കളയാതെ തന്നെ നമുക്ക് എങ്ങനെയാണ് മെറൈൻ, നമ്മൾ ഗാർണിഷിന് വേണ്ടിയുള്ള മെറൈൻ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അപ്പം മെറിങ്ക്യൂ എന്ന് പറയുന്ന ആൾക്കാരുണ്ട്, മെറൈൻ എന്നാണ് കേട്ടോ അതിന് ശരിക്കും പറയുന്നത്. അതൊന്ന് ഓർത്ത് വെച്ചോളുക. ഇപ്പം ഒരു പാത്രത്തിൽ ഞാൻ വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഇത് ബോയിൽ ചെയ്യണം. ബോയിൽ ചെയ്തതിന് ശേഷം നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന പാത്രം വെക്കുക. അതിന് ശേഷം നമ്മുടെ എഗ് വൈറ്റും ഗ്രെയിൻ ഷുഗർ, അതായത് സാധാരണ ഷുഗറും ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഏകദേശം ഒരു ടെമ്പറേച്ചറിൽ എത്തിക്കുക. അതായത് 82-85 ഡിഗ്രി സെൽഷ്യസിൽ എത്തിച്ചതിന് ശേഷം ആണ് നമ്മൾ വിപ്പ് ചെയ്യുന്നത്. അപ്പം ഇനിയുള്ള പ്രൊസീജിയേഴ്സ് ഞാൻ കാണിച്ചു തരുവാണ്. കാരണം ആദ്യമേ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മളെ ഇത് ഇൻഡക്ഷൻ കുക്കർ ഓൺ ആകുമ്പോൾ ചിലപ്പോൾ ഇച്ചിരി സൗണ്ട് വരും. അപ്പം നമ്മൾ ഇത് ഒത്തിരി സംസാരിക്കാൻ പറ്റത്തില്ല എനിക്ക്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഒരു കാര്യം, എഗ് വൈറ്റ് നമ്മൾ ഒഴിക്കുകയാണ്. ഇതിൻ്റെ കൃത്യമായുള്ള റെസിപ്പി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ. 5 എഗ് വൈറ്റ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ 2 കപ്പ് ഷുഗറും കേട്ടോ. അപ്പോൾ ഇത് ആദ്യമേ ഒരുമിച്ചിട്ട് അതിന് ശേഷമാണ് ഓണാക്കുന്നത് കേട്ടോ. ഞാൻ വേറെ ഒന്നുമല്ല, അല്ലെങ്കിൽ ഒന്നും കേൾക്കാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പോൾ ഒഴിച്ച ഷുഗർ മുഴുവൻ, അതായത് ഷുഗറും എഗ് വൈറ്റ് നമ്മൾ ഒരുമിച്ചിട്ടല്ലോ, അത് നന്നായിട്ട് മെൽറ്റ് ആവണം. അതാണ് കേട്ടോ നമ്മുടെ കൺസിസ്റ്റൻസി. അപ്പോൾ തന്നെ എന്താണെങ്കിലും ഞാൻ കുറച്ച് ഓടിച്ചു വിടുവാണ്. ഇത് കുറച്ച് സമയം എടുക്കും, അതുകൊണ്ടാണ് കേട്ടോ ഈ ഷുഗർ മെൽറ്റ് ആവാൻ വേണ്ടി. ഒരുപാട് സമയമൊന്നും എടുത്തില്ല കേട്ടോ. നമുക്കൊരു 2.5 മിനിറ്റ് 3 മിനിറ്റ് എടുത്തുള്ളൂ ഈ ഒരു പാകത്തിൽ എത്തിച്ചേരാൻ വേണ്ടി. നിങ്ങൾക്ക് കാണാൻ സാധിക്കും നല്ല വൈറ്റ് കളറായി. അതുപോലെ തന്നെ നമ്മളിട്ട് ആ ഷുഗർ മുഴുവൻ മെൽറ്റായി കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ വേറെ ഒന്നും ചേർത്തിട്ടില്ല, എഗ് വൈറ്റും ഷുഗറും മാത്രമേ ഉള്ളൂ. പലരും ഇങ്ങനെ റെസിപ്പീസ് ഉണ്ടാക്കാൻ നേരത്തെ അതിൻ്റെ അകത്ത് ക്രീം ഓഫ് ടാർട്ടർ ആഡ് ചെയ്യാറുണ്ട്. ഇതിൻ്റെ ഈ റെസിപ്പിയിൽ അതിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നല്ല ഹാർഡായിട്ടുള്ള മെറൈൻ്റെ ഡെക്കറേഷൻസ് നമുക്ക് ഇത് വെച്ച് ചെയ്യാൻ സാധിക്കും. അതാണ് സംഭവം റെഡിയായി. ഇനി നമുക്ക് ഇൻഡക്ഷൻ കുക്കറിൻ്റെ ആവശ്യമില്ല, ഇവനെ എടുത്ത് മാറ്റാം കേട്ടോ. സോ നമ്മൾ ഇൻഡക്ഷൻ കുക്കർ മാറ്റി, കാണാൻ സാധിക്കും നല്ല പ്യുവർ വൈറ്റ് കളർ എത്തിയിരിക്കുകയാണ് ഇപ്പോൾ കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇത് വിപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഹാൻഡ് ബീറ്റർ വെച്ച് നന്നായിട്ട് വിപ്പ് ചെയ്ത് മെറൈൻ പൊക്കിയെടുക്കുന്ന പോലെ പൊക്കിയെടുക്കണം കേട്ടോ. സോ അപ്പം ബീറ്റർ നമ്മൾ ഉപയോഗിക്കാൻ പോകുമ്പോൾ സൗണ്ട് ഉണ്ടാവും. അപ്പോൾ ഞാൻ ഒരുപാട് സംസാരിക്കുന്നില്ല, ഇത് കട്ട് ചെയ്യുന്നില്ല കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് തന്നെ ആവും. കാരണം ആ ഷുഗർ ഉള്ളത് ഇച്ചിരി മെൽറ്റ് ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ വിപ്പ് ചെയ്ത് പൊങ്ങി വരും കേട്ടോ.
ഞാൻ പറഞ്ഞ വാക്ക് തിരിച്ചെടുത്തു കേട്ടോ. ഇത് ക്വാണ്ടിറ്റി ഇച്ചിരി കൂടുതലാണ്, അതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ കട്ട് ചെയ്യുവാണിത്. എന്നിട്ട് ഫുള്ള് വിപ്പായി വരുന്നത് നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ നമ്മുടെ മെറൈൻ വിപ്പ് ചെയ്ത് പൊങ്ങി വന്നിരിക്കുകയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഷെഫ് എന്തുകൊണ്ടാണ് മെറൈൻ വിപ്പ് ചെയ്ത് കട്ട് ചെയ്ത് കളയെന്ന് നിങ്ങൾക്കൊരു സംശയം തോന്നും. അപ്പം റിയൽ ടൈം മെറൈൻ വിപ്പ് ചെയ്യുന്ന റിയൽ ടൈം ആർക്കെങ്കിലും ആണെങ്കിൽ നമ്മുടെ ബേക്കിംഗ് ക്ലാസ്സിൽ തന്നെ സൺഡേ സ്പെഷ്യലിൽ ഞാനൊരു ചോക്ലേറ്റ് സ്പോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അത് റിയൽ ടൈം എന്തോരമാണ് നമ്മൾ എടുക്കുന്നുള്ളത് കാണിച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മുടെ മെറൈൻ ഇവിടെ റെഡി ആയിരിക്കുകയാണ് നമ്മൾ ഗാർണിഷ് ഉണ്ടാക്കാനുള്ള. സോ അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ളത്, ഇത് നമ്മൾ എഗ് വൈറ്റ് മിക്സ് ചെയ്യുമ്പോഴത്തേന് എപ്പോഴും ഇച്ചിരി ലിക്വിഡി ആയിരിക്കും. സോ നമുക്ക് കുറച്ച് ഐസിങ് ഷുഗർ വേണം. ഇതാണ് ഇതിൻ്റെ അത് ഇമ്പോർട്ടൻറ്റ് ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ ഐസിങ് ഷുഗറാണ് ഇതിനെ ഡ്രൈ ആക്കുന്നത് കേട്ടോ പെട്ടെന്ന്. അപ്പം ഇനി ഐസിങ് ഷുഗർ ഐസിങ് ഷുഗർ ഇടുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, അരിച്ച് മാത്രമേ ഐസിങ് ഷുഗർ ഇടാവുള്ളൂ. ചെറിയ ചെറിയ തരികളുണ്ടെങ്കിൽ പോലും നമ്മൾ പൈപ്പ് ബാഗിനകത്ത് പൈപ്പ് ചെയ്യുമ്പോഴത്തേന് അത് ഫുള്ള് വിസിബിൾ ആയിരിക്കും കേട്ടോ. അപ്പോൾ അത് അരിച്ചിടാൻ ശ്രദ്ധിക്കുക. പെട്ടെന്ന് തന്നെ ചെയ്യാം. എന്നിട്ട് ഫോൾഡ് ചെയ്താൽ മതി കേട്ടോ, വേറെ ഒന്നും ചെയ്യാനില്ല. ഐസിങ് ഷുഗർ ഇടുക, ഫോൾഡ് ചെയ്യുക. അത് കഴിഞ്ഞ് നമ്മുടെ പരിപാടി കഴിഞ്ഞ് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ഇത് മിക്സ് ചെയ്യാം കേട്ടോ. അങ്ങനെ ഒരു വലിയ ബെനിഫിറ്റ് ഉണ്ട്. ജെൽ കളർ യൂസ് ചെയ്യുന്നതായിരിക്കും കേട്ടോ കുറച്ചുകൂടെ നല്ലത്. അതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജെൽ കളർ ആണെങ്കിൽ ലിക്വിഡ് ഒത്തിരി ഇല്ല, അതായത് വെള്ളത്തിൻ്റെ അംശം കുറവാണ്. അപ്പോൾ ഡ്രൈ ആവാൻ വേണ്ടി വളരെ എളുപ്പമാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചോളുക. നന്നായിരിക്കും പോട്ടെ അങ്ങോട്ട്. പിന്നെ ഫുള്ള് നമുക്കിടാം. കാരണം റെസിപ്പി കൃത്യമായിട്ടുള്ള അളവിൽ തന്നെയാണ് നമ്മൾ എടുത്തിരിക്കുമ്പോൾ ഒരു തുള്ളി പോലും കളയാനില്ല. സോ ഫുള്ളി പൗഡേർഡാണ് കേട്ടോ. അപ്പം ഏരിയയ്ക്ക് ഒന്ന് ക്ലീൻ ചെയ്തേക്കാം. എന്നിട്ട് ഈ ഐസ് ഷുഗറിനെ നമ്മുടെ മെറായിങ്ങിലോട്ട് ഫോൾഡ് ചെയ്യുക കേട്ടോ. സോ ഫോൾഡിങ് ആണ് എപ്പോഴും ഇമ്പോർട്ടൻറ്റ്. ചെറുതായി നന്നായിട്ട് മിക്സ് ചെയ്ത് കേട്ടോ കേട്ടോ, ലംസ് ഒന്നും ഇല്ലാതെ. അപ്പം മെറൈൻ റെഡി ആയിരിക്കുകയാണ്, നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സോ നമ്മളിനി പൈപ്പിംഗ് ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ആരും തെറ്റിദ്ധരിക്കരുത്. ഞാൻ ചില വീഡിയോസിലൊക്കെ കണ്ട് ഇത് വിപ്പിംഗ് ക്രീമാണെന്ന് പറഞ്ഞ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇത് വിപ്പിംഗ് ക്രീമിൻ്റെ യാതൊരു ടേസ്റ്റും ഇല്ല കേട്ടോ, ടോട്ടലി ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഇത് വിപ്പിംഗ് ക്രീം അല്ല, ഇത് മെറൈൻ ആണ് കേട്ടോ. മെറിങ്ക്യൂ അല്ല, മെറൈൻ കേട്ടോ. അപ്പോൾ നമുക്കിനി ഇതൊരു പൈപ്പിംഗ് ബാഗിലോട്ട് മാറ്റാം. അപ്പോൾ ഞാൻ റൗണ്ട് ടിപ്പാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഏത് ഡിസൈൻ വേണമെങ്കിലും നമുക്ക് ചെയ്യാം, ഏത് ടിപ്പ് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. പക്ഷേ ഞാൻ ഉപയോഗിക്കുന്നത് റൗണ്ട് ടിപ്പാണ് ഉപയോഗിക്കുന്നത്. അത് 10-ൻ്റെ കേട്ടോ, ചെറിയ മുറയുള്ള 10-ൻ്റെയാണ് ഞാൻ ഉപയോഗിക്കുന്നത് കേട്ടോ. സോ ഏത് കളർ വേണം കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞു. ഇപ്പം ഞാൻ ഇങ്ങനെ ചെയ്തിട്ട് നമുക്ക് കളർ സ്പ്രേ ചെയ്തിട്ടൊക്കെ ചെയ്യാം, അല്ലെങ്കിൽ ഗ്ലിറ്റർ ചെയ്യാം. ഞാൻ അത് രണ്ടും കാണിച്ചു തരാം കേട്ടോ. ഞാൻ കുറച്ചുകൂടെ നിങ്ങൾക്കൊരു ഗ്ലിറ്റർ എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ. അപ്പോൾ നമുക്കത് ഞാൻ ഇങ്ങനെ കാണിച്ചു തരാം കേട്ടോ. സോ ഇപ്പോൾ മാറിയിരിക്കട്ടെ ഇപ്പം. സോ നമുക്ക് ഇത് നമ്മൾ ഓവനിൽ ഇപ്പം നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്ന ഡെക്കറേഷൻസ് ഓവനിലൊരു 2 മണിക്കൂർ കൊണ്ട് തന്നെ ഡ്രൈ ആയി നല്ല സെറ്റായിട്ട് വരും കേട്ടോ. കൈ തട്ടി അവിടെ അറിയില്ല. എയറുണ്ടായിരുന്നു പൊട്ടുകയും ചെയ്തു. സോ ഇങ്ങനെ ലൈനുകൾ കൊടുക്കാം നമുക്ക്. ഇതൊരു ഡെക്കറേഷൻ്റെ എക്സാമ്പിൾ മാത്രം കേട്ടോ. ഇപ്പോൾ നിങ്ങളുടെ ഇരിക്കുന്ന ടിപ്പ് ഏത് ടിപ്പാണ്, ഡിഫറെൻറ്റ് ടൈപ്പ് ടിപ്പ് ഉണ്ടെങ്കിലും ടിപ്പിൻ്റെ ആ രീതിക്ക് ചെയ്യാം. എന്നിട്ട് ഇപ്പോൾ എൻ്റെ ഈ സ്പ്രേ ഇരിപ്പുണ്ട്, കളർ മോയിസ്റ്റിൻ്റെ ആണ്, വെൽവെറ്റിൻ്റെ കളർ കേട്ടോ, വെൽവെറ്റ് അല്ല വൈലറ്റ്. എന്നിട്ട് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഇത് കണ്ടോ, എനിക്ക് മനസ്സിലായി ഞാൻ ഒന്ന്. സോ ഇങ്ങനെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ മുഴുവൻ പൊടിയായി കേട്ടോ, ഇവിടെ പറന്നു. സോ വൺസ് ഒന്ന് ഡ്രൈ ആയി കഴിയുമ്പോൾ നമുക്ക് ഈക്വലായിട്ട് ഇത് കട്ട് ചെയ്തെടുക്കാം. അതൊരു ഡെക്കറേഷനാണ്. അപ്പം ഇതിനി നമുക്ക് നോട്ടായിട്ട് പൈപ്പ് ചെയ്യാനും പറ്റും കേട്ടോ. അപ്പം
കിസ്സസ്, ഒരുപാട് പേർക്ക് മെറൈൻ കിസ്സസ് അല്ലേ. അപ്പോൾ നിങ്ങൾ കുക്ക് ചെയ്യാമെന്ന് പറഞ്ഞ് നമ്മൾ കഴിക്കാറുള്ള സംഭവം തന്നെയാണ്. അത് ഈ റെസിപ്പി തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. മെറൈൻ കിസ്സസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ മുകളിൽ വെച്ചിട്ട് മുകളിലോട്ട് ടോപ്പ് പൊക്കാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക, മുട്ടിക്കരുത്. 1 ഇഞ്ച് മുകളിലോട്ട് വെച്ചിട്ട് വേണം പൈപ്പ് ചെയ്യാൻ കേട്ടോ. സോ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ചോദിക്കും മെറൈൻ കിസ്സസിന് എന്താ സ്റ്റാർ ടിപ്പ് ഇടാത്തെന്ന് ചോദിക്കും. ചിലപ്പോൾ അങ്ങനെ സ്റ്റാർ ടിപ്പ് ഇടേണ്ട ആവശ്യമൊന്നുമില്ല, ഏത് ടിപ്പാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ചെറിയ ഇതായിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അല്ല കുത്തിയിട്ട് ഒറ്റ മുകളിലോട്ട്. സോ ഇങ്ങനെ ചെയ്യാം നമുക്ക്. ഇതിൻ്റെ മുകളിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്പ്രിങ്കിൾസോ കളേഴ്സോ ഏത് വേണമെങ്കിലും ചെയ്യാം കേട്ടോ. അതൊരു വഴിയാണ്. പിന്നെ നമുക്ക് കേക്കിൻ്റെ സൈഡിലൊക്കെ വെക്കാൻ വേണ്ടി നമ്മൾ ഡെക്കറേഷൻ ചെയ്യും, ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് മെറൈൻ വെച്ച് ചെയ്യാം. അപ്പോൾ അതും നമുക്ക് ഇത് കണ്ടോ, ചെറിയ ഇതായിട്ട് ഇങ്ങനെ പൈപ്പ് 1 2 3 കേട്ടോ. എങ്ങനെയാണ് ഇതുപോലെ ചെറുത് കേട്ടോ. 1 2 3 4 ഇങ്ങനെ കേട്ടോ. 1 2 3 4. ഒരു കാര്യം ശ്രദ്ധിക്കുക, ഞാൻ എൻ്റെ ടിപ്പ് മുകളിലാട്ടോ ഇരിക്കുന്നത്. ഒരിക്കലും ഞാൻ പറ്റി പിടിച്ചിട്ടില്ല. 1 2 3 1 2 3. അപ്പം 4 എണ്ണം അല്ലേ, കുറയ്ക്കണ്ട, എൻ്റെ കൂടെ തന്നെ പോട്ടെ. 1 2 3 4. അപ്പോൾ സോ അത് വളരെ ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. ആ നോട്ട് ഇടുമ്പോഴത്തേന് കൃത്യമായിട്ട് നേരെ ഇരിക്കണം കേട്ടോ. അപ്പോൾ 1 2 3 4. അപ്പോൾ ആരെല്ലാം നമ്മുടെ എങ്ങനെയാണ് പൈപ്പിംഗ് പഠിക്കുക എന്നുള്ള നമ്മുടെ ഒരു വീഡിയോ ഉണ്ട് നമ്മുടെ സൺഡേ സ്പെഷ്യലിൽ. അപ്പോൾ അത് ആർക്കെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ടാൽ മനസ്സിലാകും കേട്ടോ. എങ്ങനെയാണ് നമുക്ക് ടിപ്പ് വെച്ച് പൈപ്പ് ചെയ്യാന്നുള്ള ഒരു ടിപ്പ് വെച്ച് 5 ഡിസൈൻ എത്തി കൊടുത്തിട്ടുണ്ട് എന്ന്. അതുപോലെ തന്നെ നമുക്ക് ചെയ്യാം. അപ്പോൾ ഇത് കംപ്ലീറ്റ് ചെയ്തേക്കാം ലെയറേ. 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4. സോ ഇങ്ങനെയും ഡിസൈൻ നമുക്ക് ചെയ്യാൻ സാധിക്കും കേട്ടോ. അപ്പം ഇതെല്ലാത്തിനും നമുക്ക് ഓരോരോ ടോപ്പിങ്ങുകൾ കൊടുക്കാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾ റെഡ് വെൽവെറ്റ് ഉണ്ടാക്കിയിട്ട് നമ്മുടെ ക്രംബ് വേണമെങ്കിലും ഇതിന് മുകളിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ ആ ചുമല ഡിസൈൻ നമുക്ക് കിട്ടും. അതുപോലെ കേക്ക് ക്രംബുകൾ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഈ മുകളിൽ പോർ ചെയ്യാൻ സാധിക്കും കേട്ടോ. ഇപ്പം ഇനി ഞാൻ ഒരെണ്ണം കാണിച്ചു തരാം. നമ്മുടെ സ്റ്റാർ ടിപ്പ് നമ്മൾ വളരെ ഫേമസ് ആയിരുന്നു. നമ്മുടെ സ്റ്റാർ ടിപ്പ് 9 mm കേട്ടോ. ഇനി ആരും ചോദിക്കേണ്ട, 9 mm സ്റ്റാർ ടിപ്പാണ് ഇന്നും യൂസ് ചെയ്യുന്നത്. സോ സിമ്പിൾ സംഭവമാണ്. ഇപ്പം ആരും ചോദിക്കുന്നത് കേക്കിന് ഐസിങ് ചെയ്യാമെന്ന് വെച്ചാൽ പറ്റില്ല കേട്ടോ. കേക്കിന് ഐസിങ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് അല്ല ഇത്. മെറൈൻ വെച്ച് നമ്മൾ കേക്ക് ഉണ്ടാക്കാറുണ്ട്, പക്ഷേ കേക്കിന് ഐസിങ് വളരെ കുറവാണ് ചെയ്യുന്നത്. അടിപൊളി. സോ നമുക്ക് ചെറിയ ഫ്ലവേഴ്സ് ഇങ്ങനെ ഉണ്ടാക്കാം. ഇത് മാക്രോണൊന്നും അല്ല കേട്ടോ. മാക്രോണിൻ്റെ റെസിപ്പി ആയാലും കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് അത് നമ്മുടെ വീഡിയോസിൽ നോക്കിയാൽ മതി കേട്ടോ. ഇങ്ങനെ പൈപ്പ് ചെയ്ത ഫ്ലവർ. ഓക്കെ, ഈ സംഭവം നമുക്ക് ഏത് ഡിസൈൻ വേണമെങ്കിലും കൊണ്ടുവരാം. കാരണം ഈ ഒറ്റ മിക്സ്ചർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് ഡിസൈൻ വേണമെങ്കിലും കൊണ്ടുവരാം. അപ്പം ഇതിൻ്റെ കൂടെ കിസ്സസ് ഞാൻ ചെയ്ത് നോക്കട്ടെ. ഞാൻ അത് ചെയ്തില്ലെന്ന് പറയണ്ട. അപ്പം എന്നാണ് ചെയ്താൽ ഇതിൻ്റെയും കൂടെ ഒരു ലോങ് ലൈൻ ഇട്ട് വെക്കാം നമുക്ക്. സോ ഇത് എവിടെയൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും പറഞ്ഞുതരാം.
നമ്മുടെ കേക്ക് ഉണ്ടായി കഴിയും കേക്കിൻ്റെ സൈഡുകളിൽ ഇത് ചെയ്യാൻ സാധിക്കും. അന്നേരം നിങ്ങളുടെ സംശയം എത്ര നേരം ഇത് ഹോൾഡ് ചെയ്യുമെന്ന്. നമുക്കൊരു 5 മണിക്കൂർ വരെ ഇത് ഹോൾഡ് ചെയ്യും. വൺസ് ഇത് ഡ്രൈ ആയി കഴിഞ്ഞാൽ, ഇപ്പോൾ ഡ്രൈ ചെയ്യാൻ വേണ്ടി ഓവൻ്റെ അകത്ത് വെക്കാം, അല്ലെങ്കിൽ റൂം ടെമ്പറേച്ചർ വെച്ചാൽ മതി, ഡ്രൈ ആവും. ഇപ്പോൾ റൂം ടെമ്പറേച്ചർ വെച്ചാണ് ഡ്രൈ ആക്കുന്നതെങ്കിൽ ഈ കേക്കിലോട്ട് ചെയ്യുമ്പോൾ ഈ മോയ്സ്റ്റ് ഉണ്ട്, അതായത് വെള്ളം, അതായത് കേക്ക് തണുപ്പുണ്ടല്ലോ, അപ്പോൾ വെള്ളം പിടിച്ച് കഴിയുമ്പോൾ ഇത് വിട്ടുപോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ശരിക്കും നല്ല ടൈറ്റായിട്ട് വേണം പിടിപ്പിക്കാൻ കേട്ടോ. പിന്നെ ഇതൊരു 4 മണിക്കൂർ അല്ലെ 5 മണിക്കൂർ വരെയുള്ള ഒരു കേക്കിന് മുകളിൽ ഡിസൈൻ ആയിട്ടിരിക്കത്തുള്ളൂ. ഫ്രിഡ്ജിൽ വെക്കുവാണെങ്കിലും ഒരു 5 മണിക്കൂർ വരെ മാക്സിമം കിട്ടത്തുള്ളൂ. അത് കഴിഞ്ഞാൽ ഷേപ്പ് പോകുമെന്നല്ല പറയുന്നത്, മെൽറ്റാവുകയും ഇല്ല, പക്ഷേ സോഗിയായി പോകുന്ന ആ ക്രിസ്പിനെസ് നഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഇനി വേറെ സംഭവം കാണിച്ചു തരാം. നമ്മൾ ഗ്ലിറ്റർ, ഇതിൻ്റെ മുകളിൽ ഗ്ലിറ്റർ ഇടാൻ പറ്റും. ഞാൻ മേടിച്ച കേട്ടോ, ഗ്ലിറ്റർ ഉണ്ടാക്കിയൊന്നുമല്ല, മേടിച്ചാണ്. ഓ, പറന്നു പോവാം. നമുക്ക് ചെറിയ ഗ്ലിറ്റർ ഇതിൻ്റെ മുകളിൽ ഇടാൻ സാധിക്കും. പറക്കാടേ. സോ ഗ്ലിറ്റർ ഇങ്ങനെ നമ്മൾ ഇട്ട് വെക്കുകയാണെങ്കിൽ ഡ്രൈ ആവുന്ന കൂട്ടത്തിൽ ആ ഗ്ലിറ്ററും അതിൻ്റെ കൂട്ടത്തിൽ സെറ്റായി മാറും. എല്ലാം ഇട്ടുകൊണ്ട് കാണാൻ പാടായിരിക്കും. നോക്കട്ടെ, വേറെ ഒരു കളറുണ്ടോ? വയലറ്റ്. എൻ്റെ ഈ വയലറ്റ് ഓൾറെഡി നമ്മൾ ചെയ്തില്ലേ. സോ നമുക്ക് പിങ്ക് ഇട്ട് കാണിക്കാം, അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും അത്. ഓ, ഇവനെ തന്നെ ഇരിക്കട്ടെ, അവിടെ ആദ്യമേ വീണ, അതുകൊണ്ടാട്ടോ. സോ അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഏകദേശം ആയിട്ടില്ല എന്ത് വേണം ടോപ്പിംഗ് ഇടാം. ഇപ്പോൾ നമ്മൾ ഫ്ലവർ പോലെയുടെ പൈപ്പ് ചെയ്തില്ല. എൻ്റെ ഇപ്പം റെഡിൻ്റെ സ്പ്രേ ഉണ്ട് കേട്ടോ, റെഡ് കളറിൻ്റെ സ്പ്രേ ഉണ്ട്. അപ്പോൾ നമുക്ക് വേണ്ട, ഇത് ഇവിടെ ഇങ്ങനെ ഇട്ടുന്നുണ്ട്, ഡ്രൈ ആവും. സോ ഫ്ലവർ ഉണ്ടാക്കാൻ വേണ്ടി അടിക്കണ്ട. സോ കൃത്യമായിട്ടുള്ള ആ ഫ്ലവറിൻ്റെ ഷേപ്പും കിട്ടും നമുക്ക്. സോ ഇതിനിന്ന് ഡ്രൈ ആക്കി എടുക്കാം. ഡ്രൈ ആക്കി എടുത്തിട്ട് നമുക്ക് ഏത് കേക്കിൻ്റെയോ ഏത് പേസ്ട്രീസിൻ്റെയോ മുകളിൽ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. ഞാനിത് ഡ്രൈ ആയി കഴിഞ്ഞാൽ നിങ്ങളെ കാണിച്ചു തരാം. ഞാൻ സൈൻ ഓഫ് ചെയ്യുകയാണ് കേട്ടോ. എന്നാലും ഇത് ഡ്രൈ ആയി കഴിഞ്ഞുള്ള ലാസ്റ്റ് ഞാനൊരു പാട്ട് ഇട്ടേക്കാം നിങ്ങൾക്ക് വേണ്ടി. അപ്പം താങ്ക് യു ഫോർ ക്രിയേറ്റിംഗ് വിത്ത് മീ ദ ബേക്ക് ഷോപ്പ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും കൂടുതലായിട്ട് ബേക്കിംഗ് കുറിച്ച് അറിയാൻ നമ്മുടെ വെബ്സൈറ്റ് സന്ദർശിക്കാം. അപ്പം സീ യു നെക്സ്റ്റ് ടൈം.